കണ്ണൻ, ഈ തിരുവനന്തപുരം മൊത്തം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്, എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. കൊല്ലത്തെ അവസ്ഥ എന്താണ്? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് അത്തരത്തിലുള്ളൊരു അവസ്ഥയിലില്ല. തിരുവനന്തപുരത്തിന് സമാനമായ ഒരു പ്രശ്നം കൊല്ലത്തില്ല. കാര്യങ്കാവ്, കുളത്തൂപ്പുഴ തുടങ്ങിയ മേഖലകളിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. അവിടെങ്ങളിലൊക്കെ തന്നെ മരം പൊടിഞ്ഞു വീണൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. പക്ഷേ അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ബീച്ചിൽ പെയ്യുന്നതിന് സമാനമായ രീതിയിൽ സാധാരണ ഒരു ചെറിയ ചാറ്റൽ മഴ എന്ന് പറയില്ലേ, അതിന് സമാനമായ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴയുണ്ട്. കടലും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമല്ല. സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്രക്ഷുബ്ധമാകും കൊല്ലം തീരമാണ്. കൊല്ലം തീരത്ത് പ്രത്യേകിച്ച് ബീച്ചിനോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കാക്കത്തോപ്പ് തുടങ്ങിയ പ്രദേശം, തങ്കശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടലിലും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമല്ലാതെ ശാന്തമായി തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ്. എങ്കിൽ പോലും ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. ഒരു കയറ് കെട്ടി കടലിലേക്ക് തീരത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യം ഈ തീരം പെട്ടെന്ന് താഴേക്ക് പോകുന്ന ഒരു ആഴമുള്ള ഒരു തീരമാണ്. ബീച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് കടൽ ശകലം അല്പം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് താഴേക്ക് വലിയ ആഴമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. ബീച്ച് പൂർണ്ണമായും വിജനമായി കിടക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയാണുള്ളത്. വലിയ വെള്ളക്കെട്ടുകളോ മറ്റു സംഭവങ്ങളോ ഒന്നും തന്നെ ഈ കൊല്ലം നഗരത്തിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലോ ഒക്കെ തന്നെ ഇല്ല. തെന്മല പരപ്പാർ ഡാമാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഡാം എന്ന് പറയുന്നത്. അവിടെയും ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ കൊല്ലത്ത് മഴ ചെറിയ ചാറ്റൽ മഴയുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും ഒരു സമാനമായ രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേശീയപാത നിർമ്മാണം നടക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ റോഡുകളിലൊക്കെ തന്നെ ഈ കുഴികൾ രൂപപ്പെടുകയും അവിടെ ചെറിയ രീതിയിൽ വെള്ളം ഉയരുന്ന ഒരവസ്ഥയും ഉണ്ട്.